യെസ്, അപ്പോൾ വിനോദിനി കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പരാതി അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വിഷയങ്ങളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയാവുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പാർട്ടി നേതാക്കൾ പ്രത്യേകിച്ച് എം വി ഗോവിന്ദനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എം വി ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണമാണ് കോടിയേരിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. CPM-ന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്നാണ് വിനോദിനി കോടിയേരി പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണ്. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നും വിനോദിനി കോടിയേരി പറയുന്നു. പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറച്ചത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, അപ്പോൾ ഇങ്ങനെയൊരു പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് വലിയ അവഗണനയുണ്ടായി എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി പറയുമ്പോൾ നേരത്തെ അത് സംബന്ധിച്ചൊരു പ്രതികരണം TP രാമകൃഷ്ണനിൽ നിന്ന് തേടിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇത്തരം ഒരു പരാതി അവർ ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അറിയില്ല പാർട്ടി നേതൃത്വത്തിന് എന്നുള്ളതാണ്. അപ്പോൾ എം വി ഗോവിന്ദനെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു ആരോപണമാണോ ഇത്? TP രാമകൃഷ്ണൻ പറയുന്ന പോലെ പാർട്ടിയുടെ ഔദ്യോഗിക കമ്മിറ്റികളിൽ പറയാൻ വിനോദിനി ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികളിലെ അംഗമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് കാണിച്ച ഒരു അനീതി, അത് ബിനീഷ് കോടിയേരിയുടെ അംഗത്വം റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായിരുന്നു. പലതവണ ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്നെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിട്ട് പോലും അത്തരത്തിൽ അനുഭാവപൂർണ്ണമായ ഒരു പരിഗണന അത് CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ. അതിനുശേഷം പിണറായി വിജയൻ ഇടപെട്ടാണ് ബിനീഷ് കോടിയേരിയുടെ അംഗത്വം വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകിയത്. അതിനിടയിലാണ് ഇപ്പോൾ വിനോദിനിയുടെ ഇത്തരത്തിൽ പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. CPM നേതൃത്വം പാടെ അവഗണിക്കുകയാണ് എന്നുള്ളതാണ്. CPM-ന്റെ ഏറ്റവും സമ്മതിദനായ നേതാക്കളിൽ ഒരാളാണ് പിണറായി വിജയൻ. കഴിഞ്ഞാൽ ഏറ്റവും സമ്മതിദനായ നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടി അധികാരത്തിലെത്തിക്കുകയും അതിനുശേഷം പാർട്ടി സംഘടനയെ ആ അധികാരത്തിന്റെ തണലിൽ ആലസ്യത്തിൽ പെട്ടുപോകാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ആ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയാണ് പാർട്ടിയുടെ നേതൃത്വം, പ്രധാനപ്പെട്ട ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, തങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല, സുഖവിവരങ്ങൾ പോലും ആരായാറില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടി കുടുംബമായി ഇപ്പോഴും ജീവിക്കുന്ന ആളുകളാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം എന്ന് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ സ്മാരകം ഉൾപ്പെടെ മ്യൂസിയം ഉൾപ്പെടെ തീർത്ത് അവിടെ പാർട്ടിയുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവർത്തകരും അനുഭാവികളും എല്ലാം ആ കണ്ണൂരിലെത്തുമ്പോൾ അവിടെ എത്തുകയും കോടിയേരി ബാലകൃഷ്ണന്റെ സ്തൂപമൊക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത്തരത്തിൽ പാർട്ടിയുമായി ഏറെ അടുപ്പമുള്ള വൈകാരിക ബന്ധമുള്ള ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് തന്നെ ഇത്തരത്തിൽ ഒരു അവഗണന തുറന്നു പറയേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് CPM ഈ പരാജയത്തിന്റെ കാരണം. CPM എത്ര കണ്ട് ഈ പരാജയം വിലയിരുത്തുന്നു എന്നുള്ളത് ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെയും മറ്റന്നാളും ഒക്കെയായി ചേരുന്ന സംസ്ഥാന സമിതി യോഗവുമാണ് അതിൽ തീരുമാനമെടുക്കുന്നത്. അതിൽ വിലയിരുത്തൽ എങ്ങനെയെന്നുള്ള കാര്യം അതിലാണ് വ്യക്തമാകുന്നത്. എന്തായാലും അതിനിടയിലാണ് പാർട്ടി ആകുന്നതിന്റെ ഏറ്റവും പ്രധാന സൂചനകളിൽ ഒന്ന് എന്ന് പറയുന്ന CPM-ന്റെ സമുന്നത നേതാവായിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് പോലും CPM അവഗണന കാണിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു. 4 വർഷമായി ഒരു തരത്തിലുള്ള സുഖവിവരവും അന്വേഷിക്കാറില്ല, ഒരു ബന്ധവുമില്ല, വീട്ടിലേക്ക് വരാറില്ല എന്നുള്ള വിവരമാണ്. അതിൽ തന്നെ പിണറായി വിജയൻ പക്ഷേ വിളിക്കാറുണ്ട്, പിണറായി വിജയൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറുണ്ട്, അവരുമായി സംസാരിക്കാറുണ്ട്, കുടുംബവുമായി സംസാരിക്കാറുണ്ട് എന്നൊക്കെ വിനോദിനി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ ലക്ഷ്യം വിട്ടിട്ട് തന്നെയാണ്. കാരണം സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ മുൻ സംസ്ഥാന സെക്രട്ടറിയായ പ്രധാന ഉന്നതനായ ഒരു നേതാവായിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന പാർട്ടിയുമായി ഇപ്പോഴും ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു കുടുംബം, ആ കുടുംബവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം, എന്നുള്ള പരാതിയാണ് വിനോദിനി എന്തായാലും ഈ പച്ചക്കുതിര മാസികയിൽ തുറന്നു പറയുന്നത്. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.